പെറ്റ് കെയർ ഹോമല്ല, ഇതൊരു കുടുംബമാണ്. ഇവിടെ മനുഷ്യനെന്നോ മൃഗമെന്നോ ഇല്ല, എല്ലാവരും കുടുംബാംഗങ്ങൾ. ചെറുപ്പം മുതൽ മൃഗങ്ങളെ ഇഷ്ടമാണ് അഞ്ജുവിന്. പ്ലഷ് പോസ് എന്ന പേരിൽ പെറ്റ് കെയർ ആരംഭിച്ചിട്ട് ഏകദേശം 4 വർഷത്തോളമായി. ഈ താല്പര്യം ഭർത്താവ് സന്തോഷിനെയും മകൻ റോഹനെയും അറിയിച്ചു. ഇരുകൈയും നീട്ടി അവർ അത് സ്വീകരിച്ചു. അമ്മയുടെ ഏറ്റവും വലിയ സഹായിയും മകൻ തന്നെ. എറണാകുളത്തൊരു ജോസ് അങ്കിളുണ്ട്, ജോസ് പല്ലൻ അങ്കിൾ എന്നെ വന്ന് കാണുകയാണ്. അങ്കിൾക്കൊരു സ്നോയി ഒരു പെറ്റുണ്ട്. അപ്പം സ്നോയിനെ എവിടെയെങ്കിലും ആക്കണം, അവർക്കൊരു 4 ദിവസം ദുബായിക്ക് പോകാൻ വേണ്ടി. അപ്പോൾ വന്ന് ചോദിക്കുക ചെയ്തേ, അഞ്ചു വന്ന് എൻ്റെ സ്നോയിനെ ഒന്ന് നോക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊണ്ടുവരെ. അങ്ങനെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. അതാണ് ഫസ്റ്റ് എൻ്റെ തുടക്കം. ജോലി ആവശ്യങ്ങൾക്കോ വിദേശ സന്ദർശനത്തിനോ പോകുമ്പോൾ ഉടമസ്ഥർ തങ്ങളുടെ അരുമ മൃഗങ്ങളെ അഞ്ജുവിനെ ഏൽപ്പിച്ചു മടങ്ങും. അവരെ സ്വന്തം മക്കളെ പോലെ നോക്കുകയാണ് അഞ്ജുവും കുടുംബവും. എനിക്ക് ഇവരില്ലാതെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടാത്ത പോലെയാണ്. അതുപോലെ എനിക്ക് തോന്നാറ്. അത്രയും അവരുമായിട്ടങ്ങ് ഇതായിപ്പോയി. ആരെങ്കിലും ഒരാൾ കണ്ടില്ലെങ്കിൽ എനിക്കിപ്പോൾ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ചിലരത് കളിയാക്കിക്കൊണ്ട് ചോദിക്കാറുണ്ട്, പട്ടിപ്പണിയാണ് എടുക്കണേന്ന് ചോദിക്കാറുണ്ട്. സ്നേഹിക്കുന്ന പോലെ ഒരു മനുഷ്യർ നമ്മളെ സ്നേഹിക്കുന്ന എനിക്ക് തോന്നണില്ല. സിനിമ, സീരിയൽ, ബിസിനസ് രംഗത്തെ പ്രമുഖരുടെ അടക്കം ഓമന മൃഗങ്ങളുണ്ട് ഇവിടെ. മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന മൃഗങ്ങളുമുണ്ട്. കറന്റ്ലി കൊച്ചിയുണ്ട്, മമത മോഹൻദാസിൻ്റെ ആണുള്ളത്. പിന്നെ നമ്മുടെ സ്നേഹ മറിമായത്തിൽ അഭിനയിക്കുന്ന സ്നേഹയുടെ ബീഗിളുണ്ട്, ഓസ്കർ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. പിന്നെ നമ്മളുടെ ക്രിസ് വേണുഗോപാലിൻ്റെ ഷിറ്റ്സു അവർ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേരുടെ മിലാൻ ബൊട്ടീക്കിൻ്റെ ഇവിടെ എറണാകുളത്തെ പ്രൊമനൻ്റ് ആയിട്ടുള്ളതാണല്ലോ മിലാൻ ബൊട്ടീക്കിൻ്റെ അവരുടെ വരാറുണ്ട്. നമ്മളെല്ലാവരെയും ഒരുപോലെ തന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവൻ വയനാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവനിപ്പോൾ ഒരു 3 months ആയിട്ട് ഇവിടെ ഉണ്ട്, വിവോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ എല്ലാവരെയും നമ്മൾ അടിപൊളിയായിട്ട് നോക്കുന്നു, ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്നു. പെറ്റ് കെയർ അത്ര എളുപ്പമല്ല. പുലർച്ചെ ആരംഭിക്കുന്ന ജോലി അവസാനിക്കുമ്പോൾ രാത്രി ഏറെ വൈകും. ചിലർ ഉറങ്ങുന്നത് ഇവർക്കൊപ്പം തന്നെയാണ്. സ്വന്തം മക്കളെ പോലെയാണ് വെണ്ണലയിലെ ഈ കുടുംബാംഗങ്ങൾ മൃഗങ്ങളെ പരിപാലിക്കുന്നത്. എൻ്റെ വീട്ടിൽ തന്നെ എല്ലാവരും ഫുൾ ടൈം ഉണ്ടാവും. എൻ്റെ കൂടെ ബെഡിൽ കിടക്കുന്ന ഇവനൊക്കെ ബെഡിൽ നിന്നും നടുക്കേ കിടക്കത്തുള്ളൂ. ഈ ഇടയ്ക്ക് നമ്മുടെ ഇവിടെ നിന്നൊരു ഡോഗ് ദുബായിക്ക് പോയി. അയ്യോ, അത് പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ശരിക്കും ഇനി കാണാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള വിഷമേ. തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് 4 വർഷമായി. ഈ 4 വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യം പോലും ഞാൻ മാറി നിന്നിട്ടില്ല. എതിർപ്പുകളും വിമർശനങ്ങളും നിരവധി ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും സഹജീവികളെ പരിപാലിക്കലാണ് ഈ കുടുംബത്തിന്റെ സന്തോഷം. കൊടുക്കുന്ന സ്നേഹം അത് 100 ഇരട്ടി തിരിച്ചു കിട്ടും എന്നതാണ് പ്രധാന കാരണം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സ്നേഹമോൾ നൈനാൻ ചേരുന്നുണ്ട് തത്സമയം. സ്നേഹ, ഈ മൃഗങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒരു തവണ ഒരിറ്റ് സ്നേഹം അങ്ങോട്ട് കാണിച്ചാൽ പിന്നെ ജീവൻ കളഞ്ഞാണെങ്കിലും തിരിച്ച് സ്നേഹിക്കും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അഞ്ജുവിനെ അവരെത്ര സ്നേഹത്തോടെയാണ് ഇങ്ങോട്ട് നോക്കുന്നത്. അഞ്ജു മൃഗങ്ങളെ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ തിരിച്ച് സ്നേഹത്തോടെ പിന്നാലെ നടന്ന് അഞ്ജുവിൻ്റെ ഒപ്പം തന്നെയാണ് അവരിയ്ക്കുന്നത്. ശരിക്കും അവർ ഉടമസ്ഥരെല്ലാം നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. പക്ഷേ സ്വന്തം ഒരാളെ പോലെ തന്നെ അഞ്ജുവിനോടൊപ്പം ആ പെറ്റ്സ് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ പറയൂ, അഞ്ജുവിൻ്റെയും ഫാമിലിയുടെയും വിശേഷങ്ങൾ. നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകൾ മൃഗങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടാവും. ചിലവരെ നമ്മൾ ക്യാറ്റ് പീപ്പിൾ എന്നും ചിലവർ നമ്മൾ ഡോഗ് പീപ്പിൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിന് കാരണം ചിലവർക്ക് പൂച്ചേനെ ഇഷ്ടമാണ്, ചിലവർക്ക് നായിനെ ഇഷ്ടമാണ്. അങ്ങനെ ഓരോരുത്തരുടെയും അഭിരുചിയും രീതികളും അനുസരിച്ചും അങ്ങനെ പല പല മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. ഇവിടെ വെണ്ണലയിൽ പെറ്റ് പോസ് എന്ന് പറഞ്ഞിട്ട് അഞ്ജു സുരേഷും കുടുംബവും നടത്തുന്ന ഈ ഒരു സ്ഥാപനം, പെറ്റ് കെയർ ഹോമിൽ നായ്ക്കളെയാണ് കൂടുതൽ കാണാൻ സാധിക്കുക. പക്ഷേ നായ്ക്കൾ മാത്രമല്ല, എല്ലാ മൃഗങ്ങളും അവിടെ സംരക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി നമുക്ക് ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ദീർഘകാലം വിട്ടു നിൽക്കണമെങ്കിൽ, ദീർഘകാലം മാത്രമല്ല, ഇപ്പോൾ ചെറിയ സമയമാണെങ്കിൽ പോലും വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുണ്ടെങ്കിൽ സുരക്ഷിതമായി അവിടെ ഏൽപ്പിച്ച് മടങ്ങാവുന്നതാണ്. അത് നിസ്സാരമായ ഒരു ജോലിയല്ല. അത്രമാത്രം വലിയൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ, മനസ്സ് എന്നതിലപ്പുറം വളരെയധികം ക്ഷമ വേണ്ടിയിരിക്കുന്നു. അത് തന്നെയാണ് അഞ്ജു സുരേഷും പറയുന്നത്. വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ മൃഗങ്ങളുടെയൊക്കെ കൂടെ, അവരുടെ വീട്ടിലും വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ കൂടെ വളർന്ന ആളാണ്. അവരില്ലാതാകുമ്പോഴാണ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൃഗങ്ങളോടുള്ള സ്നേഹം കാരണമാണ് അഞ്ജു സുരേഷ് ഇത്തരത്തിലൊരു ആശയമായിട്ട് വരുന്നത്. അത് കുടുംബാംഗങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, പുലർച്ചെ തുടങ്ങുന്ന ജോലിയാണ്. നമ്മൾ ഈ സ്റ്റോറി ഷൂട്ടിന് വേണ്ടിയിട്ട് അഞ്ജുവിനെ വിളിച്ചപ്പോൾ തന്നെയാണെങ്കിലും ഉച്ചവരെ ഫ്രീ ആയിരിക്കില്ല. ഒന്ന് ഫ്രീ ആവുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് എന്നാണ് പറഞ്ഞത്. കാരണം അവർക്കുള്ള ഫുഡ് തയ്യാറാക്കണമെന്നാണ്. ഇപ്പം ഓരോരോ അവിടെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഓരോരോ മൃഗങ്ങൾക്കാണെങ്കിലും അവർ വളരുന്ന ആ വീട്ടിൽ അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വ്യത്യാസമായിരിക്കാം. ചില
നായ്ക്കൾ ഈ പോത്തിൻ്റെ പാലൊക്കെ കഴിക്കുന്നവരുണ്ടാവാം, ചിക്കൻ ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഭക്ഷണ രീതികളാണ്. അങ്ങനെ ഓരോരുത്തർക്കും കസ്റ്റമൈസ് ചെയ്ത് തന്നെ ഉണ്ടാക്കണം. അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. മാത്രമല്ല പുലർച്ചെ തുടങ്ങുന്ന ജോലിയാണ് അത്. രാത്രി ഏറെ വൈകിയാണ് ഇവർക്കുള്ള, അതായത് ഇവരെ കെയർ. അപ്പൊ അത്ര എളുപ്പം പിടിച്ചൊരു കാര്യമൊന്നല്ല. ഒരുപാട് വൈകി ഉറങ്ങേണ്ടി വരും, നമ്മളുടെ പല ജീവിതക്രമങ്ങളും ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. ആ മൃഗങ്ങളെയൊക്കെ സ്വന്തം മക്കളെ പോലെയാണ് അഞ്ജുവും കുടുംബവും സ്നേഹിക്കുന്നത്.